ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ അരവിന്ദന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അതെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം നേടിയെടുത്തു, എന്നിട്ട് അവസാനം എൻ്റെ മകനാണ് എല്ലാം നശിപ്പിച്ച് കളഞ്ഞതെന്ന് പറയുമ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട്, രഞ്ജു നീ സമാധാനപ്പെട്, നഷ്ടപ്പെട്ടതൊക്കെ പോയിക്കോട്ടെ, ദേ എനിക്ക് വേണ്ടത് നിന്നെയും നമ്മുടെ മോനെയും ആണെന്ന് പറഞ്ഞു. അപ്പം രഞ്ജിതയാണെങ്കിൽ നമ്മുടെ മോൻ ഒരക്ഷരം അവനെക്കുറിച്ച് പറഞ്ഞു പോവരുത്, നിങ്ങൾക്കറിയില്ല ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. ദേ ഈ രഞ്ജിതയെ അവനാണ് കൊന്നു കളഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ നാളെ കാണും സുമിത്ര ആ ഒരു ചെയർമാൻ കസേരയിൽ ഇരിക്കുന്നതും സകല സ്വത്തുക്കളും അവൾ അനുഭവിക്കുന്നതും ഞാൻ കാണും. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് രഞ്ജിതയാണെങ്കിൽ ഇനി ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി ആത്മഹത്യ ചെയ്താൽ മതിയെന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അകത്തോട്ട് കയറി പോകുമ്പോൾ നമ്മുടെ അരവിന്ദനാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടോ. ഭാര്യ എത്രയും പ്രൗഢിയോടുകൂടി ജീവിച്ചതാണ്, അപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ രഞ്ജിതയ്ക്ക് വന്നത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞതും നമ്മുടെ സുമിത്രയും മക്കളും ഒക്കെ കൂടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, ഒരക്ഷരം പോലും ഒരുത്തനും മിണ്ടിപ്പോകരുത്. ദേ എനിക്ക് ഇത്രയും പ്രായമായി, ഈ പ്രായത്തിൽ ഇനി എനിക്ക് ഒരാളുടെയും കൂട്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ പുതിയ കല്യാണാലോചനയും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതെന്ന് സുമിത്ര ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഡോക്ടർ പറഞ്ഞത്. ഏത് ഡോക്ടർ? ഒരു ബോധവും ഇല്ലാത്തൊരു ഡോക്ടർ, അവരെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിൻ്റെ ബാക്കി ചോദിക്കാൻ വന്നിരിക്കുകയാണെന്നും പറഞ്ഞ് സുമിത്ര ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്താണെങ്കിലോ പ്രതീക്ഷ പറഞ്ഞു, അമ്മ ഡോക്ടർ വ്യക്തമായിട്ടാ കാര്യങ്ങൾ പറഞ്ഞത്. അമ്മയുടെ ജീവിതത്തിൽ ഒരു ടെൻഷൻ അടിച്ചതാണ്. മക്കളെ നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, പക്ഷേ എനിക്കിനി അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ആദ്യം ഒരു വിവാഹം കഴിച്ചു, അതാണെങ്കിലോ എനിക്ക് ആകെയുള്ളൊരു നേട്ടമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 മക്കൾ, നിങ്ങളുടെ സ്നേഹം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് നിങ്ങളുടെ അച്ഛനെ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആണെങ്കിലോ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ തണലും തേടി പോയി. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാ എൻ്റെ രോഹിത്. ആ രോഹിത്തിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. രോഹിത്തിൻ്റെ ഓർമ്മകളിൽ ഇനി ഞാൻ അങ്ങോട്ട് ജീവിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പൂജയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. പൂജയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അനന്യയ്ക്കും ഒക്കെ വിഷമമായി. അമ്മ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. അപ്പം സുമിത്ര ഇതൊക്കെ പറഞ്ഞിട്ട്, ദേ ഇനി നിങ്ങളാരും ഈ കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുതെന്നും പറഞ്ഞ് ദേഷ്യത്തിൽ സുമിത്ര റൂമിലേക്ക് പോവാ. നമ്മുടെ അനന്യയും അതുപോലെ തന്നെ പൂജയും കൂടെ സുമിത്രയുടെ പിന്നാലെ ചെന്നു. സുമിത്രയാണെങ്കിൽ ആ ഒരു ബെഡിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഈ സമയം നമ്മുടെ അനന്യ ചോദിച്ചു, ആൻറ്റി ഞങ്ങൾ അകത്തോട്ട് വന്നോട്ടെ? എന്തിനാ നിങ്ങൾ അകത്തോട്ട് വരുന്നത്? ദേ കല്യാണക്കാര്യം വല്ലതും പറയാനാണെങ്കിൽ രണ്ടും ഇപ്പോൾ പുറത്തേക്ക് പോയിക്കോണമെന്ന് പറഞ്ഞു. അപ്പോൾ പൂജ പറഞ്ഞു, അമ്മ ഞങ്ങൾക്ക് പറയാനുള്ളത് അമ്മ ഒന്ന് കേൾക്ക്. ദേ അനിയേട്ടനും പ്രതീക്ഷേട്ടനും ഒക്കെ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ്. അവരെല്ലാവരും അമ്മയുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നത്. അമ്മ ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സുകളിലൂടെ ആണല്ലോ പോകുന്നത്. അതുകൊണ്ട് ദേ ഞങ്ങൾ പറയുന്നത് അമ്മ കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പൂജ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, പൂജ നീ എന്തറിഞ്ഞിട്ടാണ്? എൻ്റെ ജീവിതത്തിൽ ഇനി എന്തായാലും മറ്റൊരാളുണ്ടാവില്ല, എനിക്ക് എൻ്റെ രോഹിത് മതി എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് സുമിത്ര നിൽക്കുന്നത്. അപ്പം അനന്യ പറഞ്ഞു, അമ്മ ഞാൻ പറയുന്നത് അമ്മ സമാധാനമായിട്ട് കേൾക്കണം. ദേ അമ്മയ്ക്ക് രോഹിത്തെങ്കിലും മറക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷേ അമ്മ ഭാവിയിലേക്ക് ചിന്തിക്കണം. ഞങ്ങൾക്ക് എപ്പോഴും അമ്മയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അമ്മയോടൊപ്പം നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലമ്മേ. ഞങ്ങൾ പല തിരക്കുകളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കോമ സ്റ്റേജിലേക്ക് വരെ അമ്മയെ കൊണ്ട് എത്തിക്കും. ഇപ്പം തന്നെ അമ്മയ്ക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വീണത്. ദേ അമ്മയ്ക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത്? അമ്മ തലകറങ്ങി വീണില്ലേ? അതുമൊക്കെ ഈ ടെൻഷൻ മൂലമാണ്. അതുകൊണ്ട് ഡോക്ടർ പറയുന്നത് അമ്മ ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ചിന്തിച്ചേ പറ്റുള്ളൂ. ഞങ്ങളെല്ലാവരും അമ്മയുടെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമാണ് ചിന്തിക്കുന്നത്. അനന്യ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സുമിത്ര പറഞ്ഞു, അതെ എനിക്ക് ഇനി ആരോടും ഒന്നും തന്നെ സംസാരിക്കാനില്ല, നിങ്ങൾ രണ്ടുപേരും ഇപ്പം തന്നെ റൂമിൽ നിന്ന് വെളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സരസ്വതി അമ്മ അങ്ങോട്ട് വരികയാണ്. അല്ല ആർക്കാടി സുമിത്ര ഇനിയും കെട്ടിക്കാനായിട്ട് താല്പര്യമെന്ന് ചോദിക്കുമ്പം അനന്യയും അതുപോലെ പൂജയും ഒന്നും മിണ്ടാതെ നിന്നു. അവൾ ആദ്യം ഒന്ന് കെട്ടി, ആ കെട്ടിയതാണെങ്കിലോ രണ്ടും 2 വഴിക്കായി. അത് കഴിഞ്ഞോ അവൾ ഒന്നുകൂടെ കെട്ടി. അവനാണെങ്കിൽ ഇപ്പം നിലവിൽ ജീവിച്ചു പോലും ഇരിക്കുന്നില്ല. എന്നിട്ട് ഇപ്പം ഏതോ ഒരുത്തനെ കൊണ്ട് വീണ്ടും ഇവളെ കെട്ടിക്കാൻ പോവാണ്.
സത്യം പറഞ്ഞ നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? ദേ സുമിത്ര ഇങ്ങനെ തന്നെ ജീവിച്ചോളും, സുമിത്രയുടെ തീരുമാനത്തിനാണ് വില കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ കസറുമ്പോഴത്തേക്കിനും അമ്മേ ദേ ഇവരോടും അതുപോലെ തന്നെ എൻ്റെ മക്കളോടും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്ത് എനിക്കിനി ഇതുപോലെയുള്ള കല്യാണാലോചനയും കൊണ്ട് വരരുതെന്ന്. അപ്പം ഇവര് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കിനും പൂജയും അതുപോലെ അനന്യയും കൂടെ കണ്ടം വഴി ഓടി. അങ്ങനെ അവരവിടുന്ന് പോയ സമയത്താണെങ്കിലോ സരസ്വതി അമ്മ നിന്ന് ആലോചിക്കുക, ഈശ്വര ഇവളുടെ ജാതകത്തില് ഇത് എത്ര കേട്ടാ ശരിക്കും പറഞ്ഞിരിക്കുന്നത്, ഇനി ഇവളുടെ കല്യാണം എങ്ങാനും നടക്കൂ എന്നുള്ള രീതിയിൽ ജാതകം എത്രയും പെട്ടെന്ന് ഒരു ജോത്സ്യനെ കാണിക്കണമെന്നുള്ള രീതിയിലൊക്കെ സരസ്വതി അമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സ്വരമോളയാണ്. സ്വരമോള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പ്രതീക്ഷ വന്നു. കുറച്ച് കളിസാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ്. അപ്പം അവൻ വന്ന പാടെ തന്നെ പറഞ്ഞു, ദേ മോളെ ഇങ്ങ് നോക്ക്, മോൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ പപ്പ എനിക്ക് ഇഷ്ടപ്പെട്ടു, പപ്പ വാങ്ങി തന്നതെല്ലാം എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വരയാണെങ്കിൽ നമ്മുടെ പ്രതീഷിന്റെ അടുത്ത് പോയി നിന്നു. അപ്പൊ പ്രതീഷ് തന്റെ കുഞ്ഞിനെ ഇങ്ങ് വാരി എടുക്കുന്ന കുഞ്ഞിനെ പ്രതീഷ് കൊഞ്ചിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും അനന്യയ്ക്കും അതുപോലെ തന്നെ അനിരുദ്ധിനും വലിയ സന്തോഷമൊക്കെ ആയി. അവര് പറഞ്ഞു, പ്രതീക്ഷയെ ഞങ്ങൾ ഇറ്റലി പോയാലും ദേ കുഞ്ഞിനെ നിനക്ക് കാണണമെന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് വരാമെന്നും പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം സന്തോഷമായി. പ്രതീക്ഷ ആണെങ്കിലോ മോൾക്ക് അച്ഛൻ വാങ്ങിച്ചു തന്ന ഈ കളിസാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രതീക്ഷ നീ ഇനി പഴയതുപോലെ തന്നെ പാട്ടിലേക്കൊക്കെ തിരിയണം, നിന്റെ പാട്ട് കേട്ടിട്ട് എത്ര കാലമായടാന്ന് അനിരുദ്ധ് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പം ഏട്ടാ ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നൈയിലുണ്ട്, അവനാണെങ്കിൽ ഒരു പടത്തിൽ മ്യൂസിക് ചെയ്യുന്നുമുണ്ട്, അവൻ എനിക്കൊരു അവസരം തരാമെന്നും പറഞ്ഞു. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ അനന്യയ്ക്ക് വലിയ സന്തോഷമായി. പ്രതീഷ് പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവൻ അവൻ്റേതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണല്ലോ. പപ്പ പാട്ട് പാടുമെന്ന് നമ്മുടെ സ്വരമോള് ചോദിക്കുകയാണ്. പപ്പ പാട്ട് പാടും മോളെ, ദേ പപ്പയുടെ ഈ ഒരു പാട്ടൊക്കെ ഈ വീട്ടിൽ മുഴുവനും മുഴങ്ങി നിന്നിരുന്നതാണ്, എത്ര കാലമായിടാ അതിൻ്റെ ഒരു പാട്ട് കേട്ടിട്ടെന്നും പറഞ്ഞ് അനന്യയും അനിരുദ്ധും കൂടെ നമ്മുടെ പ്രതീഷിനെ നിർബന്ധിക്കുമ്പോഴത്തേക്കിനും പ്രതീഷ് ആ ഒരു പാട്ട് പാടുകയാണ്. സ്വരമോൾക്ക് വലിയ സന്തോഷമായിട്ടോ. അനിരുദ്ധിൻ്റെ പാട്ടൊക്കെ കേട്ടപ്പം കൊച്ചു വളരെയധികം ഹാപ്പിയായി. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കിടക്കുന്ന സുമിത്രയാണ്. അപ്പതാ സുമിത്ര ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് ആ റൂമിലേക്ക് ഒരാൾ പതിയെ ഇങ്ങ് കയറി വരികയാണ്. മറ്റാരുമല്ല നമ്മുടെ രോഹിത് തന്നെ. രോഹിത് വന്നതും സുമിത്രയുടെ ബെഡിൽ അവളുടെ അടുത്തങ്ങനെ ചേർന്നിരുന്നിട്ട് സുമിത്രയെന്ന് വിളിക്കുക. അപ്പൊ സുമിത്രയാണെങ്കിലോ ഉറക്കത്തിൽ നിന്ന് പതിയെ കണ്ണൊക്കെ തുറന്നു നോക്കുമ്പോഴാണെങ്കിലോ രോഹിത് തന്റെ അടുത്തിരിക്കുന്നു. രോഹിത്തിനെ കണ്ട പാടെ തന്നെ സുമിത്രയ്ക്ക് വളരെയധികം സന്തോഷമായി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് സുമിത്ര പറഞ്ഞു, രോഹിത് ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുക. അപ്പൊ സുമിത്രയോട് രോഹിത് പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ, ഞാൻ തൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നോടൊപ്പം തന്നെ ഉണ്ട്, ഞാൻ തന്നെ വിട്ടു പോയിട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ സുമിത്രയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ. അങ്ങനെ ഇവര് തങ്ങളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും രോഹിത് പറഞ്ഞു, സുമിത്രേ ഞാനിപ്പോൾ നിന്റെ അടുത്ത് വന്നത് എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ്. അതെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. രോഹിത് നീ എന്താ പറയാൻ പോകുന്നത്, നിനക്ക് എന്ത് വേണേലും എന്നോട് പറയാലോ എന്ന് സുമിത്രയും തിരിച്ചു പറഞ്ഞു. അങ്ങനെ നീ ഒരു വിവാഹം കഴിക്കണം, നിന്റെ മക്കള് നിന്റെ കാര്യങ്ങളിലൊക്കെ അത്രമാത്രം ശ്രദ്ധയുള്ളവരാണ്, നിന്നോട് സ്നേഹമുള്ളതാണ്, ദേ നഷ്ടപ്പെട്ടു പോയ എല്ലാം നിനക്ക് തിരിച്ചു ലഭിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ ആദ്യം ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതിനുശേഷമാണെങ്കിലും സുമിത്രയെ ചേർത്ത് നിർത്തി നമ്മുടെ രോഹിത് ആശ്വസിപ്പിക്കുകയാണ്. സുമിത്ര നിനക്കൊരു ജീവിതം ഉണ്ടാവണം, നിനക്ക് അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് നീ മടങ്ങി പോകണം, ഒരിക്കലും എൻ്റെ ഓർമ്മയുമായിട്ട് നീ ഇനി ജീവിക്കരുത് എന്നൊക്കെ പറയുമ്പം സുമിത്ര കണ്ണുകളൊക്കെ നിറഞ്ഞ് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ രോഹിത് അടുത്ത് വന്നതൊക്കെ ഒരു സ്വപ്നമാണ് എന്നുള്ള രീതിയിൽ സുമിത്ര ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. പിന്നീടാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ആയപ്പം സുമിത്രയും അതുപോലെ പൂജയും അപ്പവും സ്വരമോളും ഒക്കെ കൂടെ അമ്പലത്തിൽ പോയി. അവിടെ പോയിട്ട് ാണ് എല്ലാവരും കൂടെ ക്ഷേത്രത്തിലെത്തി. അപ്പൊ സുമിത്രയാണെങ്കിൽ തൻ്റെ മനസ്സിലൊരു പുതിയ തീരുമാനമൊക്കെ എടുത്തു. അത് നടപ്പാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാനും അതിനു വേണ്ടിയിട്ട് തീരുമാനം എടുക്കാനും എനിക്ക് ശക്തി തരണേ ഭഗവാനെ എന്നൊക്കെ അവൾ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അപ്പു ആണെങ്കിൽ ദേ സ്വരമോൾക്ക് സ്വീറ്റ്സ് വേണോ, അപ്പുവെങ്കിലും വാങ്ങിച്ചു തരാമല്ലോ എന്നും പറഞ്ഞിട്ട് കുഞ്ഞുമായിട്ട് കടയിലേക്ക് പോവാ. ഈ സമയത്താണെങ്കിൽ പൂജ അവിടെ തനിച്ച് നിൽക്കുന്നു. അങ്ങോട്ടേക്ക് നമ്മുടെ പങ്കജ് എത്തുകയാണ്. അപ്പൊ പങ്കജ് വന്ന പാടെ തന്നെ നമ്മുടെ പൂജയാണെങ്കിൽ മുഖമൊക്കെ അങ്ങ് വെട്ടിച്ച് നിൽക്കുക. അപ്പൊ പങ്കജാണെങ്കിൽ പറഞ്ഞു, അതെ എന്നെ ചതിച്ചിട്ട് അപ്പുവിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു.
നീ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കയറുന്നതെന്ന് പൂജ തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ, ഈ സൗന്ദര്യമൊക്കെ ഇതൊന്നും വെച്ചുകൊണ്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതിനൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ കയ്യിൽ കരുതിയത് ശരിക്കും പറഞ്ഞാൽ ഒരു മുട്ട പോലെ തന്നെയാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു ഐറ്റം എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക, നിന്റെ മുഖം ഞാൻ വികൃതമാക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു വിശേഷം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സീരിയൽ എൻഡ് ആവുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്